ഹേ ഗൈസ്, ഞാനിന്റെ പെങ്ങളൊന്ന് പുറത്തു പോയി എന്തെങ്കിലും തിന്നാൻ വേണ്ടി ഇറങ്ങിയതാ. ഓള് വണ്ടി എടുത്തോളാന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ പകുതി ജീവൻ പോയി. എന്നാലും ഓളെ മുന്നിൽ വില കളയാതിരിക്കാൻ വേണ്ടിട്ട് ഓരോ യാസിനോ കൊതിരെ ഞാൻ ഇതിന്റെ ബാക്കിൽ ഇരിക്കണം. ഈ തലരിച്ചത് എന്ന് വരിക്കും വന്നാലും എനിക്ക് തൊയിലുണ്ടാവില്ല. ഞാൻ ഓളെ എവിടേക്കും കൊണ്ടോടില്ല. അതിന്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ ആ കുരിപ്പിനെ വലിച്ചും കൊണ്ട് നേരെ മണ്ണാർക്കാടിലെ ഡോണർ ക്ലബ്ബ് കാണും. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ മസിലൂർട്ടി നിൽക്കണോ കണ്ടോ. ഇവൻ എന്റെ 1ാം ക്ലാസ് മുതൽ 10 വരെ പഠിച്ചു അഭിമാനത്തിൽ. അതേ നമ്മൾ നേരെ ഓനെയും കൂട്ടി പീഡിയന്റെ ഉള്ളിക്കാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളാരും നോക്കാനൊന്നും നിൽക്കണില്ല. നമ്മൾ നേരെ വാഷ് പേസിന്റെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ വിചാരിച്ച് കയ്യേക്കാനാണ്. എന്നതല്ല, ഏതെങ്കിലും കടി കയറുമ്പോൾ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കാട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പുറത്താക്കുന്ന എന്റെ താത്തനോട് പറഞ്ഞു. നിങ്ങളെ കൂട്ടത്തിൽ ഇത്ര അറിവില്ല തലരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കാണ് അയച്ചു കൊടുത്തോളിട്ടോ. കയ്യേക്ക് വന്നപ്പോഴേക്കും ഇപ്പം മെനു കാർഡിലിറങ്ങി തപ്പാൻ തുടങ്ങിക്കും. ഇവരെ വീഡിയോയിലാണ് ഈ ഷവർമ്മയുടെ ലോകം നോക്കുന്നത് കാര്യമാക്കണ്ട കേട്ടോ. നമ്മളോരോ ബീഫ് ഷവർമ്മ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞ സാധനം എത്തിയപ്പോൾ തന്നെ എന്റെ കൂട്ടർ ക്ഷമ തെറ്റി. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കടിച്ചാത്ത എന്തിനും ഞങ്ങൾ തിന്നു. ഇവിടെ പിന്നെ ആരെന്ത് പറഞ്ഞ് നടത്തിയാലും തീറ്റൊക്കെ ഒരു കുറവുണ്ടാവും. അത് കഴിഞ്ഞ് ഷവർമ്മ ചങ്കിലടഞ്ഞപ്പോൾ ഓരോ ഗ്രേപ്പ് ജ്യൂസ് കൊണ്ട് അതിന്റെ ഇടയിൽ നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനാണ് കയറി വന്നു. അപ്പൊ നമ്മൾ ഓനിക്കൊന്നും വാങ്ങിക്കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. ഓന്റെ തീറ്റ കഴിഞ്ഞാൽ പെരീക്ക് 2 പാർസലും വാങ്ങി നമ്മളോട് പുറത്തിറങ്ങി ആ കുരിപ്പിന്റെ കണ്ണിപ്പെട്ടിങ്ങനെ ബോർഡ് ഇതാം. അപ്പോൾ ഐസ്ക്രീമും വേണം. നമ്മൾ